നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ടുഡേയ്സ് ന്യൂസ് റൗണ്ടപ്പ്. കാറ്റും മഴയും മുന്നറിയിപ്പുകൾ. ഇന്ന് യെല്ലോ അലർട്ട് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ. തീരദേശ മേഖലകളിൽ തീരഭാഗത്ത് ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം. മന്ത്രിയുടെ സന്ദർശനം. കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ മന്ത്രി വീണ ജോർജ് സന്ദർശനം നടത്തി. സർക്കാർ സഹായം നൽകുമെന്നും കുടുംബത്തിനു ആരോഗ്യമന്ത്രി ഉറപ്പു നൽകി. KSRTC ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടി, 22 പേർക്ക് പരിക്ക്. തിരുവനന്തപുരത്ത് ഓർഡിനറി ബസും ഫാസ്റ്റ് പാസഞ്ചറും കൂട്ടിയിടിച്ചു. 22 പേർക്ക് പരിക്ക്. ചിലരുടെ നില ഗുരുതരം. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. നിപ്പ വൈറസ് ബാധിതർ വീണ്ടും കണ്ടെത്തി. പാലക്കാട് സ്വദേശിക്ക് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചു. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. സർവകലാശാല രജിസ്ട്രാർ സസ്പെൻഷൻ പിൻവലിച്ചു. തിരുവനന്തപുരം. സർവകലാശാല രജിസ്ട്രാർ VC തോമസിന്റെ സസ്പെൻഷൻ പുനഃപരിശോധിച്ച് പുതിയ ഉത്തരവിലൂടെ സേവനം പുനഃസ്ഥാപിച്ചു. അങ്കമാലി ശബരിമല റെയിൽവേ പദ്ധതി പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു. ഷൊർണൂർ എറണാകുളം റൂട്ടിൽ 3ാം ട്രാക്ക്. അങ്കമാലി ശബരിമല റൂട്ടും കായംകുളം തിരുവനന്തപുരം വികസനവും മുൻഗണനാ പട്ടികയിൽ. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 72,480 രൂപ, ഗ്രാം 9,060 രൂപ. ആശാ വർക്കർമാരുടെ സമരം ശക്തമാകുന്നു. 141ാം ദിവസം സമരം തുടരുന്നു. തൊഴിലഭ്യാസവും ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് മാർച്ചുകൾ. സർക്കാർ പ്രതികരണമില്ലാത്തതിനാൽ പ്രതിഷേധം. മുഹറം അവധി സംബന്ധിച്ച് പാളിച്ച. മുഹറം ജൂലൈ 6 ആയതിനാൽ ജൂലൈ 7 ഒഴിവില്ല. സർവജന പ്രോസ്പെക്ടഡ് അവധിയായിരുന്നെങ്കിൽ സർക്കാർ വ്യക്തമാക്കുന്നു. NH66 വികസനത്തിൽ ജനവികാരം ശക്തം. മലപ്പുറം കോരിയാട് ഭാഗത്ത് പുതിയ ഫ്ലൈ ഓവറിനായുള്ള പദ്ധതി നീട്ടുന്നു. കർഷകരും വ്യാപാരികളും പ്രതിഷേധം ശക്തമാക്കി. മലയാള സിനിമയിലെ ആദ്യ വനിതാ സൂപ്പർ ഹീറോ വരുന്നു. ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി പ്രിയദർശൻ നായിക. ദുൽഖർ സൽമാന്റെ നിർമ്മാണത്തിൽ ഓണം റിലീസിനായി പടമെത്തും. ജൂലൈയിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴയ്ക്ക് സാധ്യത. ജൂൺ മാസം 9% അധിക മഴ ലഭിച്ചതിനെ തുടർന്ന് ജൂലൈയിലും സാധാരണയേക്കാൾ കൂടുതലായ മഴ ലഭിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉത്തരേന്ത്യ, മധ്യ ഇന്ത്യ എന്നിവിടങ്ങളിൽ നല്ല മഴ പ്രതീക്ഷിക്കുന്നു. നോർത്ത് ഈസ്റ്റ്, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിൽ കുറവ് മഴയുടെ സാധ്യത. ധനകാര്യ നിയമങ്ങളിൽ മാറ്റം. ജൂലൈയിൽ പ്രാബല്യത്തിൽ. പാൻ ആധാർ കാർഡ് ലിങ്കിംഗ് നിർബന്ധമാക്കി. ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2025 സെപ്റ്റംബർ 15. തത്കാൽ റെയിൽവേ ടിക്കറ്റുകൾ ഇനി ആധാർ OTP മുഖേന മാത്രം ബുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ATM സേവന ചാർജുകൾ, UPI ഡിസ്പ്യൂട്ട് റൂൾസ്, GST റിട്ടേണുകൾ എന്നിവയിൽ മാറ്റം. ബ്രിക്സ് ഉച്ചകോടിക്ക് വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിന്റെ റിയോ ഡി ജനീറോയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ജൂലൈ 5 മുതൽ 8 വരെ പങ്കെടുക്കും. ഇന്ത്യ, റഷ്യ, ചൈന, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക, UAE, ഈജിപ്ത് തുടങ്ങിയ പുതിയ അംഗങ്ങൾ കൂടിയുള്ള ബ്രിക്സ് ഉച്ചകോടി ജൂലൈ 5 മുതൽ 8 വരെ നടക്കും. ഡൽഹി ഡെറാഡൂൺ എക്സ്പ്രസ് വേയിൽ ജൂലൈ തുറക്കും. 210 കിലോമീറ്റർ നീളമുള്ള ഡൽഹി ഡെറാഡൂൺ ഹൈവേ 12,000 കോടി രൂപ ചിലവിൽ നിർമ്മിച്ചു. ഇതോടെ യാത്രാ സമയം 6 മണിക്കൂറിൽ നിന്ന് 2.5 മണിക്കൂറായി കുറയും. രാജാജി നാഷണൽ പാർക്കിന് കീഴിൽ ആസിയയിലെ ഏറ്റവും വലിയ 12 കിലോമീറ്റർ വൈൽഡ് ലൈഫ് കോറിഡോർ ഉൾപ്പെടുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.